അപ്പോൾ ഓഫീസിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എർഗണോമിക് പൊസിഷനാണ്. കണ്ണിൻ്റെ താഴെ ആയിരിക്കണം കമ്പ്യൂട്ടറിൻ്റെ പൊസിഷൻ. നമുക്ക് കംഫർട്ടബിളായിട്ട് നോക്കാൻ പറ്റണം. കൈ വയ്ക്കാനുള്ള സപ്പോർട്ട് കറക്റ്റായിരിക്കണം. എർഗണോമിക് പൊസിഷൻ കറക്റ്റായിരിക്കണം. പിന്നെ AC ഡയറക്റ്റ് കണ്ണിലോട്ട് ഫ്ലോ ചെയ്യാത്ത രീതിയിലായിരിക്കണം. ഫാൻ ഉണ്ടെങ്കിൽ സ്പീഡ് കുറച്ചായിരിക്കണം ഇടേണ്ടത്. കാരണം ഈ ഫാന് കൂടുതൽ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടിയർ ഫിലിം പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും. അതുപോലെ കണ്ണിൽ ഡയറക്റ്റ് കാറ്റടിച്ച് കഴിയുമ്പോഴും ഈ ടിയർ ഫിലിം പെട്ടെന്ന് ഉണങ്ങിപ്പോവും, പെട്ടെന്ന് ബ്രേക്കപ്പ് ആവും. ചുമ്മാ അത് നമ്മൾ ഫാനിൻ്റെ കീഴെ തുണി ഉണങ്ങാൻ തുണി വെച്ച് കഴിഞ്ഞാൽ തുണി എങ്ങനെയാണോ പെട്ടെന്ന് ഡ്രൈ ആവുന്നത്, അതുപോലെ ടിയർ ഫിലിം ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഡയറക്റ്റ് എയർ ബ്ലോ വരാൻ പാടില്ല. പിന്നെ ഡയറക്റ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ണിലേക്ക് അടിക്കുന്നത് സ്ട്രെയിൻ കൂടുതലുണ്ടാക്കുകയും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഈ 10-20 മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലിയും ദൂരേക്ക് 1-2 മിനിറ്റ് ദൂരേക്ക് നോക്കിയതിന് ശേഷം പിന്നെയും വീണ്ടും വർക്കിലേക്ക് വരുന്നത് പ്രധാനമാണ്. പിന്നെ അതുപോലെ ഡേറ്റ ഇങ്ങനെ വളരെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്, നമ്മൾ ഈ ഡേറ്റ പോകെ നമുക്കതിലേക്ക് കോൺസെൻട്രേഷൻ വരുമ്പോൾ നമ്മൾ തുറിച്ച് നോക്കാൻ തുടങ്ങും. തുറിച്ച് നോക്കുമ്പോഴത്തേക്കും കണ്ണ് കുറച്ച് കൂടുതൽ വിടർന്ന് വരുമ്പോഴത്തേക്കും ടിയർ ഫിലിം കുറച്ചുകൂടി വലിയ ടിയർ ഫിലിമാണ്, കൂടുതൽ പെട്ടെന്ന് അത് ബ്രേക്ക് ആവും. അതിൻ്റെ ടിയർ ഫിലിം സ്റ്റെബിലിറ്റി കുറയും, അതിൻ്റെ തിക്നെസ്സും കുറയും. ഒരു കണ്ണിൻ്റെ കോർണിയയുടെ മുമ്പിലുള്ളൊരു മൈക്രോ അറ്റ്മോസ്ഫിയറിൽ ചേഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ വളരെ തുറിച്ച് നോക്കാതെ കാഷ്വലായിട്ട് നോക്കാം. ഇതൊക്കെയാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ. കണ്ണിൻ്റെ ഈ സാധാരണ കൊടുക്കുന്ന എക്സസൈസുകൾ, യോഗ എക്സസൈസുകളുണ്ട്, മേളിലോട്ടും സൈഡിലോട്ടും ഒക്കെ നോക്കുന്ന അത്തരത്തെ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതല്ലാതെ കണ്ണിനെന്ന് പറഞ്ഞ് എക്സസൈസ് സാധാരണ എന്തെങ്കിലും അക്കോമഡേറ്റീവ് പ്രോബ്ലംസൊക്കെ വരുമ്പോഴാണ് അത്തരം എക്സസൈസുകൾ കൊടുക്കുന്നത്. സാധാരണ ഡെവലപ്ഡ് ആയിട്ടുള്ള കണ്ണുകൾക്ക് അങ്ങനെ ഒരു എക്സസൈസിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ അതിന് അൺനെസസറി സ്ട്രെയിൻ വരുന്ന ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റ് യൂസുകൾ കുറയ്ക്കുക, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ ചെറുപ്രായത്തിൽ കണ്ണാടി ആവശ്യമുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് കണ്ണാടി ആ പ്രായത്തിൽ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ കാഴ്ച ഡെവലപ്മെൻറ്റ് കുറയും. അപ്പോൾ അതിന് അംബ്ലോപ്പി അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയും. ഇപ്പോൾ ഒരു കണ്ണിൽ ഒരു പവർ ഉണ്ടെന്ന് വയ്ക്കുക, ഫുൾ ദൂരക്കാഴ്ച കാണാനുള്ള എബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള റിഫ്രാക്റ്റീവ് എബിലിറ്റി കണ്ണിനില്ലെങ്കിൽ ഒരു പവർ ഇട്ട് ആണല്ലോ അത് കാണാൻ പറ്റുക. അപ്പോൾ ആ പവർ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ദൂരെ കാണുന്നതിൻ്റെ ക്ലാരിറ്റി കുറേ കാലം ഇല്ലാതെ വരുമ്പോൾ കണ്ണിന് പിന്നെ അത് കാണാനുള്ള എബിലിറ്റി ഡെവലപ്പ് ആകില്ല. അത് നമ്മൾ അംബ്ലോപ്പി അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയും. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് കണ്ണ് ചെക്ക് ചെയ്യണമെന്നും അവർക്ക് കണ്ണാടി പവർ ആവശ്യമുണ്ടെങ്കിൽ അത് ഇടണമെന്നും ഒക്കെ പറയുന്നത്. കാരണം ആ പവർ ആ പ്രായത്തിൽ ഇട്ടില്ലെങ്കിൽ അത് നോർമലി ഡെവലപ്പ് ആവത്തില്ല, കാഴ്ച ഡെവലപ്പ് ആവത്തില്ല. നമ്മൾ മസിൽ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ മസിൽ ശുഷ്കിച്ച് പോകുമല്ലോ. പോളിയോ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് മസിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അത് ശുഷ്കിച്ച് പോകുന്നത്. അതുപോലെ കാഴ്ചയുടെ ഞരമ്പിൻ്റെ കാഴ്ച കാണാനുള്ള എബിലിറ്റി കുറഞ്ഞു പോകും. അങ്ങനെയുള്ള കണ്ണാടി പവർ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ. ഇത് ഡെവലപ്പിംഗ് ഏജിലാണ്. ഒരു 10-18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതില്ല. ഒരു കുഞ്ഞ് ഒരു 8 വയസ്സ് ഒക്കെയുള്ള 2-3 വയസ്സ് മുതൽ ഈ ഒരു സ്കൂളിൽ പോകുന്ന ഏജ് വരെയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണല്ലോ ഈ മെയിനായിട്ട് വിഷ്വൽ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇത്രയും റിഫ്രാക്റ്റീവ് പവർ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു അംബ്ലോപ്പി അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരും. അങ്ങനെ ഉള്ള കുട്ടികൾക്ക് നേരത്തെ ഒന്നും എക്സസൈസോ എന്തെങ്കിലും ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓർത്തോപ്ടെക് എന്നൊക്കെ പറയുന്ന പ്രത്യേകതരം എക്സസൈസുകൾ അതിനുണ്ട്. അപ്പോൾ അങ്ങനെ അസുഖം വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള എക്സസൈസ് എന്നുള്ളതിനപ്പുറം സാധാരണ ഈ പറയുന്ന യോഗ എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.